ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10/11/2022 CPIയുടെ ന്യൂസാണിത്. ഇത് ഹൈലി വോൾട്ടൈലാണ്. നമ്മളിതൊന്നും FOMC CPI ഞാൻ ഏതോ ഒരു വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളിത് ട്രേഡ് ചെയ്യില്ല. കാരണം ഈ ഭയങ്കര സ്ലിപ്പേജ് ഒക്കെ വരും. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു മിനിറ്റിലൊക്കെ ഇത്ര സെക്കൻഡിലൊക്കെ ഉണ്ടാകുന്ന സംഭവമാണിത്. അപ്പം ഈ നമ്മുടെ ഓർഡർ പ്ലേസ് ആവുന്നത് ഇവിടെയൊക്കെ ആയിരിക്കും, SL ഇവിടെയും, ഒന്നും പറയാൻ പറ്റില്ല. സോ നമ്മളിത് ട്രേഡ് ചെയ്യില്ല. നമ്മളപ്പം എന്താണിന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇന്ന് ഏഷ്യ ജസ്റ്റ് ഹയർ ഹൈ ഫോം ചെയ്ത് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ട്രെൻഡിങ് പിടിച്ച് ബ്രേക്ക് സ്ട്രക്ചർ, അതിൻ്റെ ചെറിയൊരു ഈക്വൽ ലോസ് ഒക്കെ ചെറിയതായിട്ട് ഇവിടെ മെഡിക്കേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ബ്രേക്ക് സ്ട്രക്ചർ തന്ന് മേളിലേക്ക് പോയി. കാരണം ഈ ഒരു മൂവ് കഴിഞ്ഞതിനുള്ള റിട്രേസ്മെൻ്റ് ആണിത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ഏഷ്യ അത് കണ്ടിന്യൂസ് ചെയ്തിട്ട് ഏഷ്യയുടെ ഹൈ സ്വീപ്പ് ചെയ്തിട്ട് നമ്മുടെ ലണ്ടനിൽ എത്രയാണ്, ലണ്ടൻ ഓപ്പൺ ആയപ്പോൾ 125 ആണ് നമ്മുടെ ലണ്ടൻ. അതിനകത്ത് 2 ഒക്കെ ആയപ്പോൾ നമ്മുടെ ഈ റണ്ണ് തുടങ്ങി. കറക്റ്റ് 2 ആയപ്പോൾ ഈ റണ്ണ് തുടങ്ങി. ലിക്വിഡിറ്റീസ് ഫുള്ള് ബൈ സൈഡിൽ ഗ്രാബ് ചെയ്തു. ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞ് ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ഒരു റിട്രേസ്മെൻറ്റേ ഉണ്ടായിട്ടില്ല. സോ താഴേക്ക് പോയി. പിന്നീട് നമ്മളുടെ 3 o'clock ഓപ്പൺ ആണിത്. ഇത് 3 o'clock ഞാൻ വരച്ച് വെച്ചാണ്. സോ 5 വരച്ചിട്ടില്ല. യെസ്, 5 ലണ്ടൻ ക്ലോസ്, ലണ്ടൻ ലഞ്ചാണ്. അപ്പം 3 o'clock വീണ്ടും ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് താഴേക്ക് ബ്രേക്ക് തന്നു. ബ്രേക്ക് ഒരു FEG ഫോം ചെയ്തു. അത് വീണ്ടും മെഡിക്കേറ്റ് ചെയ്തു. BMS to downside. Yes, BMS to downside. Yes. അപ്പം നമ്മൾ എന്താണ് താഴേക്ക് FEG ഫോം ചെയ്തു. ആ FEG മെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട്. അവിടെ നൈസ് ഒരു എൻട്രി ഉണ്ടായിരുന്നു ലണ്ടനിൽ എടുക്കുന്നവർക്ക്. സീൻ. യെസ്, നൈസ്. അത് മെഡിക്കേറ്റ് ചെയ്തു. മെഡിക്കേഷൻ ബ്ലോക്കാണിത്. മെഡിക്കേറ്റ് ചെയ്തു വീണ്ടും താഴേക്ക് ഇറങ്ങി. ഇത് OB മെഡിക്കേറ്റ് ചെയ്തതാണ്. OB മെഡിക്കേറ്റ് ചെയ്ത് വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി. FEG വീണ്ടും മെഡിക്കേറ്റ് ചെയ്തു. എന്നിട്ട് താഴേക്ക് നല്ലപോലെ താഴേക്ക് പോയി. എന്നിട്ട് നമ്മളുടെ ഇതൊരു സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ്. ഇവിടെ നിന്നാണ് നേരെ ഈ പമ്പ് ഉണ്ടായിരിക്കുന്നത്. അതൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി. അത് ഫുള്ള് ഗ്രാബ് ചെയ്തു. അത് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഗ്യാപ്പും ഒക്കെ ഉണ്ട്. അപ്പം അവിടെയൊക്കെ നല്ലപോലെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വല്ല ഓർഡർ ബ്ലോക്കുകളോ മെഡിക്കേഷൻ ബ്ലോക്കുകളോ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. യെസ്, ഇതൊരു മെഡിക്കേഷൻ ബ്ലോക്കാണ്. അവിടെ മെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ സാധനം മേളിലേക്ക് പോയേക്കുന്നത്. അത് നമ്മൾ വരയ്ക്കുന്നില്ലാത്തൊന്നുമില്ല, അത് വേണ്ട. സെൽ സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഇത് ലഞ്ചിലാണ് നടന്നത്. പ്രീ ന്യൂയോർക്ക് ഓപ്പൺ ആയപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളുടെ 8:30 ന്യൂസ് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു 7 ആകുമ്പോഴേ റെഡിയായി തുടങ്ങും. അപ്പോൾ റെഡിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് സെൽ സൈഡ് ലിക്വിഡിറ്റി എല്ലാം ഗ്രാബ് ചെയ്തു. 5 minute ചാർട്ടാണിത്. ഓക്കെ, സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം നൈസായിട്ട് ഗ്രാബ് ചെയ്തു. സെൽ സൈഡ് ലിക്വിഡിറ്റി എവിടെ? പിന്നീട് നമുക്ക് എന്താണുള്ളത്? ബൈ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് വീണ്ടും അത് മെഡിക്കേറ്റ് ചെയ്ത് പോയി. നമ്മളിവിടെ എൻട്രി നോക്കുന്നില്ല. നമുക്കറിയാം ഈ സാധനമാണ് വരാൻ പോകുന്നത്. പക്ഷേ എൻട്രി ഭയങ്കര സ്ലിപ്പി ആയിരിക്കും. അപ്പോൾ അതങ്ങ് പോവും. അപ്പോൾ നമ്മളുടെ ലണ്ടൻ ഹൈസ് എടുത്തു, എല്ലാ ഹൈസും എടുത്തു. പ്രീവിയസ് ഡേയ്സ് ഹൈസ് എല്ലാം എടുത്തു, മേളിലേക്ക് പോയി. അപ്പം CPI റിവേഴ്സലായിരുന്നത്. ലോ ഓഫ് ദ വീക്ക് മേഡ് ചെയ്തു, മേളിലേക്ക് പോയി. ഞാനിവിടുന്ന് ഒരു റിവേഴ്സൽ പ്രതീക്ഷിച്ചിരുന്നായിരുന്നു, പക്ഷെ തന്നിട്ടില്ല. ഫുള്ള് മേളിലേക്ക് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നൈസാണ്. താഴേക്ക് ഇതിൻ്റെ ഒരു 50% ഈ FEGയിലേക്കോ വരും. ഓക്കെ, അപ്പം ഇതാണ് ഇന്ന് നടന്നത്. നമ്മളുടെ ഇത്തരം ഇമ്പാക്റ്റുള്ള ന്യൂസുകൾ 5 minute മുന്നേയും 5 minute ശേഷവും അവോയ്ഡ് ചെയ്യുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ 5 minute മുന്നേ ട്രേഡുകളെല്ലാം ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ 5 minute കഴിഞ്ഞ് ട്രേഡുകളെല്ലാം എടുക്കുക. ഏത് ഹൈ ഇമ്പാക്റ്റ് വരുന്നുണ്ടെങ്കിലും
അപ്പം 5 മിനിറ്റ് കഴിഞ്ഞാൽ ബുള്ളിഷ് തന്നെ വീണ്ടും പോയി എടുക്കാനല്ല പറയുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞ് വല്ല ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ബെയറിഷാണ് കാണിക്കുന്നെങ്കിൽ അതെടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഡെമോ ട്രേഡ് ചെയ്യാൻ, പേപ്പർ ട്രേഡോ ഡെമോ ട്രേഡോ ചെയ്യാൻ, അല്ലാണ്ട് നോ ഫിനാൻഷ്യൽ അഡ്വൈസസ്. ഓക്കെ, അപ്പം ഇതാണ് ഇന്ന് നടന്നത്. ഇവിടെ ഏഷ്യയുടെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ഇവിടുത്തെ ആ റിയാക്ഷൻ നമുക്ക് കാണാം. ഈ ലോസ് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റി വീണ്ടും എടുത്ത് ഈ FEG നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മൾ ലോസ് ഫുള്ള് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞ് ഈ ഏഷ്യൻ ലോസ് ഈ ഷോർട്ട് ടേം ലോസ് എല്ലാം സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാണ് ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തത്. അത് നമ്മുടെ 3 o'clock റിയാക്ഷനാണ്. 3 o'clock നമുക്കറിയാം നല്ലൊരു ഹൈ റിയാക്ഷൻ തരുന്ന സമയമാണ്. യെസ്, അപ്പം ഇതാണ് സംഭവിച്ചത്. ഇതാണ് സംഭവം ഇന്നുണ്ടായത്. അപ്പം see you in next video guys. Stay safe. On back for the next say something. Never tell her back that I never stay running. Sipping on facts, damn, know I got stacks in the lab, taking bitches straight for another cat.